സർക്കാർ ഉദ്യോഗസ്ഥനായ സഹോദരന്റെ പേര് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട കാരണത്താൽ അവിവാഹിതയായ വയോധികയ്ക്ക് ലൈഫ് പദ്ധതിയിൽ വീട് നിഷേധിച്ച അധികൃതർ. സഹോദരന്റെ പേര് റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കി അപേക്ഷ സമർപ്പിച്ചിട്ടും ഒരു പരിഗണനയും ലഭിച്ചില്ല. റബ്ബർ തോട്ടത്തിനകത്ത് ഒറ്റപ്പെട്ട പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ ഏകാന്തവാസം നയിക്കുകയാണ് 67-കാരിയായ എസ്തർ. ഒരു കഥ കേൾക്കാം നമുക്ക്. അടച്ചുറപ്പുള്ള വീടിനായി അധികാര കേന്ദ്രങ്ങൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞ എസ്തർ എന്ന 67-കാരിയുടെ കഥ. തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ നിന്നുള്ള ഒരു മനുഷ്യജീവിയുടെ കണ്ണുനീരിൽ കുതിർന്ന കഥന കഥ. എനിക്ക് വഴി കിട്ടിയാലേ പറ്റൂ. ഒടുവിൽ അയാൾ എന്നോട് ലാസ്റ്റ് പറഞ്ഞ ഞാൻ ഈ ദേശത്ത് ഇരുന്ന് ഇഴഞ്ഞാലും എനിക്ക് വഴി തരത്തില്ല. ശൗചാലയം എന്ന് പറഞ്ഞതൊരു സാധനമേ ഇല്ല. ഇലക്ഷന് വരും, സ്നേഹം ഉണ്ടാവും, ഇവിടെ കയറി ഇരിക്കും, സ്നേഹിക്കും. ആ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവരിവിടെ വരത്തേയില്ല. കാറ്റൊന്ന് ആഞ്ഞടിച്ചാൽ പറന്നുപോകുന്ന കിളിക്കൂട് പോലെയാണ് ഈ കെട്ടിടം. വർഷങ്ങളുടെ പഴക്കമുണ്ട്. ബലക്ഷയം കാരണം ഏതു നിമിഷവും നിലംപൊത്താമെന്ന സ്ഥിതി. ഇതിനകത്ത് ജീവൻ പണയപ്പെടുത്തിയാണ് എസ്തർ എന്ന ഈ 67-കാരി കഴിഞ്ഞുകൂടുന്നത്. ലൈഫ് പദ്ധതി പ്രകാരം വീടിനായി പലവട്ടം അപേക്ഷിച്ചു. പക്ഷേ അധികൃതർ കനിഞ്ഞില്ല. ട്രാൻസ്പോർട്ട് വകുപ്പിൽ ജോലിയുണ്ടായിരുന്ന സഹോദരന്റെ പേര് കുടുംബ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് വീട് നിഷേധിച്ചു. അന്ന് അവന് ജോലി ഉണ്ടായിരുന്നു, റേഷൻ കാർഡിൽ പേര് ഇവിടെ ഉണ്ടായിരുന്നു. അവൻ ട്രാൻസ്പോർട്ടിൽ അവർക്കൊരു പെൻഷൻ പോലും ഇല്ല, ഒരു ജീവിതം പോലും. ഇന്നത്തെ കഷ്ടതയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, KSRTCയുടെ അനുഭവം. അവരെന്നെ അന്വേഷിക്കാനാണ് ഇരിക്കുന്ന സഹോദരങ്ങൾ. അവൻ്റെ പേര് ഈ റേഷൻ കാർഡിൽ നിന്ന് കുറവ് 5 വർഷം കഴിഞ്ഞു. സഹോദരനും ഭാര്യയും മരിച്ചു. അവരെ വിട്ട് 5 വർഷം കഴിഞ്ഞ്. എന്നിട്ട് ഈ 5 വർഷം കൊണ്ട് ഈ സഹോദരൻ്റെ പേരാണ് പറയുന്നത്. എനിക്ക് വീടിൻ്റെ കാര്യം പറഞ്ഞു. വീടോ കിട്ടിയില്ല. അടച്ചുറപ്പുള്ള ഒരു ശൗചാലയമെങ്കിലും കെട്ടി നൽകാൻ വിളപ്പിൽ പഞ്ചായത്തിനോട് കേണപേക്ഷിച്ചു എസ്തർ. പക്ഷേ കക്കൂസ് കൊടുക്കാനും അധികൃതർക്ക് സാങ്കേതികത്വം തടസ്സമാണ് പോലും. ശൗചാലയം എന്ന് പറഞ്ഞതൊരു സാധനമേ ഇല്ല. ഈ പ്രധാനമന്ത്രി ഈ ശൗചാലയത്തിൻ്റെ ഇത് പറഞ്ഞല്ലോ. പിന്നെ ഒരു അപേക്ഷ കൊടുക്കാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോഴും ഈ പുറത്ത് പോകുന്നവർക്കേ ഉള്ളൂ, വിളയിലൊക്കെ പോകുന്നവർക്കേ ഉള്ളൂ, നിങ്ങൾക്ക് തരൂല. ഭവന പദ്ധതിക്ക് എസ്തർ അർഹയാണെന്ന് വാക്കാൽ സമ്മതിക്കുന്നുണ്ട് പഞ്ചായത്ത് അധികൃതർ. പിന്നെന്തുകൊണ്ട് ഈ വൃദ്ധയ്ക്ക്, അവിവാഹിതയ്ക്ക് വീടുയർന്നില്ലെന്ന ചോദ്യത്തിന് നൂലാമാലകളുടെ കാരണമാണ് പഞ്ചായത്തിന് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇനിയൊന്നും പറയാനില്ല. എനിക്ക് അത്ര സങ്കടമുണ്ട് സാർ. ഞാൻ പിന്നീട് ഞാൻ ശരിക്കും എനിക്ക് ദുഃഖമുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്. ഈ നാട്ടിലുള്ള സകല മനുഷ്യർക്കും അറിയാം ഞാൻ ഒറ്റയ്ക്കാണ്. എന്നെ സഹായിക്കാനായിട്ട് ഈ ലോകത്ത് ആരുമില്ല, ഒരു മനുഷ്യൻ്റെ ഒരു ആശ്രയമില്ല. ഈ വയ്യാത്ത കാലുമായിട്ട് 2ാമത്തെ നിലയിൽ 27 പ്രാവശ്യം ഞാൻ കയറി ഇറങ്ങി. ഇനി എന്നെ കൊണ്ട് പറ്റിയില്ല. എസ്തറിന്റെ ഈ നീറ്റൽ ഇനിയെങ്കിലും അധികൃതർ കാണാതെ പോകരുത്. അല്ലറ ചില്ലറ സാങ്കേതികത്വവും നൂലാമാലകളും പറഞ്ഞ പാവം പൊതുജനങ്ങളെ ഇനിയും ഇങ്ങനെ കഴുതകളാക്കരുത് സാർ. തിരുവനന്തപുരത്ത് നിന്ന് അൽ അമീൻ, 24. പൊതുജനം കഴുതയല്ല സാർ. എസ്തറിന്റെ ദുരിതം അധികൃതർ കാണും. അതുവഴി അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുൻപ് പ്രേക്ഷകരുടെ ചില പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഒന്ന് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. എൽദോ ജോസഫ് പറയുന്നത് BJPയുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയാണ്, അതിലെന്താണ് കോൺഗ്രസിന് ഇത്ര കൺഫ്യൂഷൻ ഉള്ളത് എന്ന അദ്ദേഹം ആ വിഷയത്തിൽ ഒരു പ്രതികരണം അറിയിക്കുന്നുണ്ട്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ള പ്രയാസത്തെ പറ്റിയൊക്കെ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഫീസ് അടച്ചിട്ട് മാസങ്ങളായി, പക്ഷേ വിളിച്ചിട്ടിപ്പോഴും അത് പ്രിന്റ് ചെയ്ത് തരുന്ന കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് TT ഗിരീഷ് പറയുന്നത്. അദ്ദേഹം എറണാകുളത്തെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതികരണം ഇപ്പോൾ അറിയിക്കുന്നത്. അങ്ങനെ വിവിധ വിഷയങ്ങളിലുള്ള ഒട്ടേറെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബിൽ കമന്റുകളായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.